ജോഗ്രഫീൻ്റെ കാര്യത്തിൽ UPSC ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. UPSC സിമിലർ ആയിട്ടുള്ള ചില ഫിനോമിനൻസ് തെരഞ്ഞു പിടിച്ചെടുത്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മളെ കൺഫ്യൂഷൻ എടുപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ടെമ്പറേറ്റ് ആൻഡ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിന് തമ്മിൽ ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അതുപോലെ തന്നെ ഗ്ലോബൽ ക്ലൈമാറ്റിക് റീജിയൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് തരാം. അങ്ങനെ UPSCക്ക് നമ്മളെ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ സ്കോപ്പ് ഉള്ളതും നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുള്ളതും ഇതിന് മുന്നേ UPSC പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രോപ്പിക് ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺസ്. So welcome to Rise Up Prelim Star Super 100, and in today's session we will be discussing the difference between tropical and temperate cyclones for prelims 2026. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൈക്ലോൺ എന്ന് പറയുന്ന ഫിനോമിനൻ വളരെ സുപരിചിതമാണ്. നമുക്കറിയാം, നമ്മൾക്ക് വർഷത്തിൽ ഒരു 2-3 സൈക്ലോണിനെ കുറിച്ചെങ്കിലും മിനിമം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കുന്നതൊക്കെ ബേസിക്കലി നമുക്ക് അറിയാവുന്നത് തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്. സിമിലർലി ടെമ്പറേറ്റ് സൈക്ലോണും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് സൈക്ലോൺ, എങ്ങനെയാണ് നമ്മൾ ഈ സൈക്ലോണിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രിലിം സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനീഷ്യലി തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സൈക്ലോൺ. അപ്പോൾ ആസ് വി ഓൾ നോ, സൈക്ലോൺ ഇസ് എ ലാർജ് സ്കെയിൽ അറ്റ്മോസ്ഫിയറിക് സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ലോ പ്രഷർ. നമുക്കറിയാം, ഒരു ലോ പ്രഷർ സിസ്റ്റത്തിനെ, എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റത്തിനെയാണ് നമ്മൾ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണെങ്കിലും ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടർ സിമിലർ ആയിരിക്കും. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ലോ പ്രഷർ സിസ്റ്റമാണ് ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേറ്റ് സൈക്ലോണും. ഈ ഒരു ആസ്പെക്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റമാണ്. നമ്മളിവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം വരച്ചു. ലോ പ്രഷർ സിസ്റ്റത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എയർ ട്രാവൽ ചെയ്യുന്നത് ലോ പ്രഷർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കായിരിക്കും, അല്ലേ? ആസ് വി ഓൾ നോ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും എയർ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ലോ പ്രഷർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്കായിരിക്കും എയർ ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇത് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോണിന് സിമിലർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സൈക്ലോൺ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഫോളോ ചെയ്യുന്ന ഡയറക്ഷൻ ഈക്വൽ ആണെന്ന് അല്ലെങ്കിൽ സിമിലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈക്ലോണിന്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ ഈ സൈക്ലോൺ ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? റൈറ്റിലേക്കാണ് ഈ പറയുന്ന സിസ്റ്റത്തിന് തിരിക്കുക. അതുകൊണ്ട് മുകളിലോട്ട്, അതായത് ലോ പ്രഷർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന എയർ ഡയറക്റ്റ്ലി ഇങ്ങനെ പോവില്ല, പകരം ഒരു റൈറ്റ് വേർഡ് കട്ടെടുക്കും. സിമിലർലി എന്താണ്, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഒരു ലെഫ്റ്റ് വേർഡ് കട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്നിട്ട് അത് ഇങ്ങനെയായിരിക്കും കറങ്ങുന്നുണ്ടാവുക, അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫോളോ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ബോത്ത് ടെമ്പറേറ്റ് സൈക്ലോണിനും ട്രോപ്പിക്കൽ സൈക്ലോണിനും സിമിലർ ആണ് എന്നുള്ളത് ഒന്ന് ഓർക്കുക. അപ്പോൾ ഈ കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത് ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ഡിഫറൻസിയേഷൻ ഒന്നും അറിയാതെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് എന്തിലാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം അതിലേക്ക് വരുമ്പം നമുക്ക് എന്താണ് ബോത്ത് ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൻ്റെ ഒറിജിൻ, അതുപോലെ തന്നെ ഫോർമേഷൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ മെക്കാനിസം, എന്തൊക്കെയാണ് അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വെതർ പാറ്റേൺസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ മാറിപ്പോവാനുള്ള സാധ്യതയില്ല. ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസ് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർ ഓഫ് എനർജി അല്ലെങ്കിൽ ഡ്രൈവർ ഓഫ് ഫോഴ്സ്. എന്താണ് ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോണിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ട്രോപ്പിക്കൽ സൈക്ലോണും ടെമ്പറേറ്റ് സൈക്ലോണും കൺസിഡറബിളി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അപ്പം അതിലേക്ക് വരുന്നതിന് മുൻപ് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഫോർമേഷന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുക കേട്ടോ. ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഫോർമേഷന് വേണ്ട കണ്ടീഷൻസ് ബേസിക്കലി മേജർലി ആയിട്ട് നമ്മളൊരു 4-5 കാര്യങ്ങളാണ് പറയുക. ഒന്നാമതായിട്ട് സീ സർഫസ് ടെമ്പറേച്ചർ. സീ സർഫസ് ടെമ്പറേച്ചർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 25 ഡിഗ്രി, അതായത് 25 ഡിഗ്രിയിൽ കൂടുതൽ സീ സർഫസ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് യൂഷ്വലി നമ്മൾ പറയുക 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ സീ സർഫസ് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ വാം ആയിട്ടുള്ള ഒരു ഓഷ്യൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ വാം ഓഷ്യൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവിടെ ഈ ഓഷ്യൻ ഇവിടെ വാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുകളിലുള്ള എയർ എന്ത് ചെയ്യും? ചൂടാവും.
ഇതിന്റെ തൊട്ട് മുകളിൽ, അതായത് ഓഷ്യന്റെ വാം സർഫസ് ഓഫ് ഓഷ്യന്റെ മുകളിലുള്ള എയർ ചൂടാവും. ഈ എയർ ചൂടാവുമ്പോൾ ഈ എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് റൈസ് ചെയ്യും. ഇങ്ങനെ മുകളിലേക്ക് എയർ റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇക്കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ലോ പ്രഷർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു കണ്ടീഷനാണ് സീ സർഫസ് ടെമ്പറേച്ചർ 25°C കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സ് ആണ്. കോറിയോളിസ് ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടു. കോറിയോളിസ് ഫോഴ്സ് വെച്ചിട്ടാണ് ഈ സിസ്റ്റം കറങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേറ്റർ റീജിയൻസിലൊന്നും നമുക്ക് ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോണിനെ കാണാൻ വേണ്ടി പറ്റില്ല. ട്രോപ്പിക്കൽ റീജിയനിലാണ് ഈ സൈക്ലോൺ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. അനദർ ഇസ് ഹ്യൂമിഡിറ്റി. ഹൈ ഹ്യൂമിഡിറ്റി വേണം. കാരണം ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലേ പിന്നീട് മുകളിലേക്ക് പോകുന്ന സിസ്റ്റം തിരിച്ച് എനർജി ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. ഒരു സെൽഫ് ഇൻറ്റൻസിഫയിങ് സിസ്റ്റം എന്നാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോണിനെ വിളിക്കുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ എനർജി പ്രൊവൈഡർ എന്താണെന്നുള്ളത് നമുക്ക് ഇതിന്റെ ബാക്കി മെക്കാനിസം ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഹൈ ഹ്യൂമിഡിറ്റി വേണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ. ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കുമുള്ള എയറിന്റെ മൂവ്മെന്റ് ആണ്. അത് വളരെ കുറവായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടു അല്ലേ. അപ്പം ഇവിടേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എയർ എപ്പോഴും കോൺസ്റ്റന്റ് മോഷനിലാണെങ്കിൽ ഇത് തമ്മിൽ മിക്സിങ് നടക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലോ പ്രഷർ സിസ്റ്റത്തിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ വിൻഡ് ഷിയർ കൂടുതലാണെങ്കിൽ ഈ സ്ട്രക്ചർ തന്നെ ചിലപ്പോൾ നശിച്ചു പോയേക്കാം. അതുകൊണ്ട് തന്നെ ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ ആണ് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ കാര്യത്തിൽ ഈ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ്. ഇവിടെ നമ്മൾ കണ്ടു മുകളിലേക്ക് എയർ റൈസ് ചെയ്യുന്നു. മുകളിലേക്ക് എയർ റൈസ് ചെയ്യുമ്പം നമുക്കറിയാം മുകളിലേക്ക് പോകുന്തോറും ഈ റൈസിങ് എയർ തണുക്കാൻ തുടങ്ങും. അത് കണ്ടൻസ് ചെയ്യും. കണ്ടൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. എനർജി ഡിസിപ്പേറ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലൗഡ് ഫോർമേഷൻ നടക്കും. ഇവിടെ നിന്ന് ഈ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ചൂടായ എയർ മുകളിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് എനർജി ഡിസിപ്പേറ്റ് ചെയ്യും. അതായത് കണ്ടൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എനർജി റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ആ ലേറ്റന്റ് ഹീറ്റ് ആണ് ബാക്കി ഈ സിസ്റ്റത്തിന് പിന്നീട് സസ്റ്റെയിൻ ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് പിന്നെയും ഹീറ്റാ വരുന്നത്. ഹീറ്റ് വരുന്നതിനനുസരിച്ച് ഇവിടെയുള്ള എയർ ഒക്കെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും ആ ലോ പ്രഷർ സിസ്റ്റം അവിടെ ഇന്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ലേറ്റന്റ് ഹീറ്റ് ആണ് ബേസിക്കലി ഡ്രൈവർ ഓഫ് ഫോഴ്സ് ഇൻ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ലോ പ്രഷർ സിസ്റ്റം ഇന്റൻസിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു കാം ഏരിയ ഉണ്ടാവും. ഈ കാം ഏരിയനെയാണ്, അതായത് ഈ ലോ പ്രഷർ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന കാം ഏരിയനെയാണ് നമ്മൾ ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. ഐ ഓഫ് ദ സൈക്ലോൺ. അപ്പൊ ആസ് വി ഓൾ നോ ഈ പറയുന്ന വിൻഡ് സിസ്റ്റം എന്ത് ചെയ്യും? മുകളിലേക്ക് എയർ പോവും. അതിന്റെ ഒപ്പം തന്നെ ഈ ചുറ്റുപാടുള്ള എയർ ഉണ്ടല്ലോ, ഇവിടെ ഒരു ലോ പ്രഷർ സിസ്റ്റം ആണല്ലോ ഉള്ളത്. അപ്പൊ ചുറ്റുപാടുള്ള എയർ മുഴുവൻ ഈ ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ചുറ്റുപാടുള്ള സിസ്റ്റം എയർ ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക് വരുന്നതിനനുസരിച്ച് അവിടെ ആക്ട് ചെയ്യുന്ന കൊറിയോളിസ് ഫോഴ്സ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ വരുന്ന ഈ പറയുന്ന വിൻഡുള്ള ഏരിയനെയാണ് ബേസിക്കലി നമ്മൾ ഇവിടെ കാണുന്ന വിൻഡുള്ള ഏരിയനെയാണ് നമ്മൾ ഐവോൾ എന്ന് വിളിക്കുന്നത്. ഈ ഐവോളിൽ ഹൈ സ്ട്രോങ് വിൻഡാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. കാരണം ഇവിടുത്തെ ലോ പ്രഷർ സിസ്റ്റത്തിലേക്ക് വിൻഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കോറിയോളിസ് ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഐ വോൾ ഓഫ് ദ സൈക്ലോൺ. നടുക്ക് കാണുന്ന കാം ഏരിയ ആണ് ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ഈ റൈസ് ചെയ്യുന്ന എയറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് റൈസ് ചെയ്യുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ സീ ആണല്ലോ, സീൻ്റെ അടുത്തുനിന്ന് മോയ്സ്ചർ എടുത്തോണ്ടായിരിക്കും പോകുന്നുണ്ടാവുക അല്ലെ. മോയ്സ്ചർ ക്യാരി ചെയ്തിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. മുകളിലേക്ക് എത്തുന്തോറും ഈ മോയ്സ്ചർ കണ്ടൻസ് ആവാൻ തുടങ്ങും. കണ്ടൻസ് ആയിട്ട് ക്ലൗഡ് ഫോർമേഷൻ നടക്കും. ഈ ക്ലൗഡ്സ് ഇവിടെ എന്തുണ്ടാക്കും? പ്രസിപ്പിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെയാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ബേസിക്കലി പ്രസിപ്പിറ്റേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മെക്കാനിസം ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോണിന് നമുക്ക് പറയാനുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു മൂവ്മെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്, ട്രോപ്പിക്സ് ആണ്. ട്രോപ്പിക്സിൽ വീശുന്ന വിൻഡ് ഏതാ? ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡ് എങ്ങോട്ടേക്കാ? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ട്രേഡ് വിൻഡ് വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സിസ്റ്റം ട്രേഡ് വിൻഡിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഡയറക്ഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം
ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്തെങ്കിലും ഈ പറയുന്ന നമ്മൾ പറഞ്ഞ നേരത്തെ കണ്ടീഷൻസ് ഉണ്ടല്ലോ, സീ സർഫസ് ടെമ്പറേച്ചർ, അതുപോലെ തന്നെ കോറിയോളിസ് ഫോഴ്സ്, അതുപോലെ ലോ വെർട്ടിക്കൽ വിൻഡ് ഷെയർ, ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷനെ ബ്രേക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഡിസിപ്പേറ്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ലാൻഡിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈ സിസ്റ്റത്തിനെ സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എനർജി സോഴ്സ് ഇല്ല. അവിടുത്തെ എനർജി സോഴ്സായി ആക്ട് ചെയ്തിരുന്നത് സീ സർഫസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിരുന്നു. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മുകളിലേക്ക് എയർ പോകുന്നു, അവിടുന്ന് ഡിസിപ്പേറ്റ് ആവുന്നു. അങ്ങനെ ആ സിസ്റ്റത്തിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന സീ സർഫസ് ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പൊ ലാൻഡിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺ ഡിസിപ്പേറ്റ് ആയി പോകും. സിമിലർലി സെക്കൻഡ് കണ്ടീഷൻ കോറിയോളിസ് ഫോഴ്സ് ആണ്. അപ്പം ഇക്വേറ്റർ വേർഡ് അത് ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. വേറെ ഒരെണ്ണം ലോ വെർട്ടിക്കൽ വിൻഡ് ഷിയർ ആണ്. അതായത് ഭയങ്കര ഹൈ വിൻഡ് വന്നു കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹൈ വിൻഡ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി ഈ സിസ്റ്റം ഡിസിപ്പേറ്റ് ആയി പോകും. ഇനിയിപ്പോൾ സപ്പോസ് ഈ സിസ്റ്റം കടലിലൂടെ മൂവ് ചെയ്യുന്നതിന്റെ വഴിക്ക് ഒരു കോൾഡ് ഓഷ്യൻ കറണ്ടുമായിട്ട് കൺവേർജ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു കോൾഡ് ഓഷ്യൻ കറണ്ട് ആ വഴിക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഈ സിസ്റ്റം ഡിസിപ്പേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കോൾഡ് ഓഷ്യൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ സീ സർഫസ് ടെമ്പറേച്ചർ 25 ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം അവിടെ ഡിസിപ്പേറ്റ് ആയി പോകും. ഇത്രയാണ് ബേസിക്കലി നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ കാര്യത്തിൽ ഓർത്ത് വെക്കാനുള്ളത്. വെതർ കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടുത്തെ പോലെ തന്നെ ഒരു 10 days ഒക്കെ അല്ലെങ്കിൽ ഒരു 7 days വരെയൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ലാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സിസ്റ്റം ഡിസിപ്പേറ്റ് ആയി പോകും. അതുവരെ ഇവിടെ കണ്ടിന്യൂസ്ലി റെയിൻഫോൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ടെമ്പറേറ്റ് സൈക്ലോൺ ആണ്. ട്രോപ്പിക്കൽ സൈക്ലോണിന് നമ്മൾ പറഞ്ഞു ലേറ്റന്റ് ഹീറ്റ് ആണ് ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ലേറ്റന്റ് ഹീറ്റ് ആണ് അതിന്റെ ഒരു ഡ്രൈവർ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത്. ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീജിയൻ എന്ന് പറയുന്നത് ട്രോപ്പിക്സ് ആയിരിക്കില്ല, ടെമ്പറേറ്റ് റീജിയൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീജിയൻ എന്ന് പറയുന്നത് ടെമ്പറേറ്റ് റീജിയൻ ആയിരിക്കും. 30 to 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ബേസിക്കലി ഈ ടെമ്പറേറ്റ് സൈക്ലോണിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആ ലൊക്കേഷൻ, ആ റീജിയൺ ഏതാന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ലേറ്റന്റ് ഹീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, കാരണം അത്രയും ടെമ്പറേച്ചർ അവിടുത്തെ ഓഷ്യൻ സർഫസിന് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രോണ്ടോജെനസിസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഫോർമേഷൻ ആണ്. പോളാർ ഫ്രോണ്ട് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി വഴിയാണ് നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോണ്ടോജെനസിസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഫോർമേഷൻ കാരണമാണ് ബേസിക്കലി ഈ ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവുന്നത്. ഇതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം, നമ്മൾ എയർ മാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സിമിലർ ടെമ്പറേച്ചർ ഡെൻസിറ്റി ഒക്കെ ഉള്ള ഒരു പാച്ച് ഓഫ് എയറിനെയാണ് നമ്മൾ എയർ മാസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സിമിലർ ഡെൻസിറ്റി ടെമ്പറേച്ചർ ഒക്കെ ഉള്ള 2 എയർ മാസസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സോൺ ഉണ്ടാവും. ഈ സോൺ എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ മിക്സിങ് നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എയർ മാസിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ആയിരിക്കും, താഴെയുള്ള എയർ മാസിന് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ മിക്സിങ് നടക്കില്ല. പക്ഷേ ഇവിടെ ഒരു സോൺ ഓഫ് ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ഒരു സോണിനെയാണ് നമ്മൾ ബേസിക്കലി ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് ഫ്രണ്ട്. ഈ ഫ്രണ്ട് ഫോർമേഷൻ കാരണമാണ് ബേസിക്കലി ടെമ്പറേറ്റ് സൈക്ലോൺ ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റാം. ഇപ്പം ഇതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം നമുക്കറിയാം ഇത് 30 to 60 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിലാണ് ഉള്ളത്. അപ്പം ഇവിടെ പോളാർ റീജിയൺ ആണ്, ഇവിടെ ഇക്വറ്റോറിയൽ റീജിയൺ ആണ്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൺ ആണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള എയർ എന്ന് പറയുന്നത് തണുത്ത എയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നത് കോൾഡ് എയർ മാസ് ആയിരിക്കും, ഇവിടെ നിന്ന് വരുന്നത് വാം എയർ മാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒരു സോൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഏരിയ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റാം. ഒരു ഡെയിലി ലൈഫിൽ നോക്കുകയാണെങ്കിൽ വെള്ളം തിളയ്ക്കുന്നതാണ്. ഇപ്പോൾ വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ വാം വാട്ടർ ഉണ്ടാവും, കോൾഡ് വാട്ടർ ഉണ്ടാവും. താഴെയുള്ള വെള്ളം ചൂട് പെട്ടെന്ന് തട്ടുന്നത് കൊണ്ട് തന്നെ വാം വാട്ടർ ആയിരിക്കും, മുകളിലപ്പം തണുപ്പായിരിക്കും. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ താഴെയുള്ള വാം വാട്ടർ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം, മുകളിലുള്ള കോൾഡ് വാട്ടർ താഴേക്ക് വരുന്നതായിട്ടും കാണാം. സിമിലർ സംഭവം തന്നെയാണ് ഈ കോൾഡ് മാസിന്റെ കാര്യത്തിലും വാം എയർ മാസിന്റെ കാര്യത്തിലും സംഭവിക്കുക. കോൾഡ് എയർ മാസ് താഴോട്ട് വരും, സിമിലർലി വാം എയർ മാസ് മുകളിലോട്ട് പോകും. അപ്പോൾ വാം എയർ ഇവിടുന്ന് മുകളിലോട്ട് റൈസ് ചെയ്യും, ഇത് ഇവിടുന്ന് താഴേക്ക് ഡിസെൻഡ് ചെയ്യും.
അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, ഒരു സോൺ ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആണ്. ഇവിടെ ഒരു സോൺ ഓഫ് ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആയിരിക്കും ഉണ്ടാവുക, അവിടെ ഒരു സോൺ ഓഫ് ഇൻസ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിൽ അറ്റ്മോസ്ഫിയർ, സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈ പ്രഷർ റീജിയൺ ആയിരിക്കും. അവിടെ ഈ പറയുന്ന വെതർ കണ്ടീഷൻസ്, അതായത് പ്രസിപ്പിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുക. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലോ പ്രഷർ റീജിയൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാരണം പ്രസിപ്പിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് നിങ്ങൾ ഈ ഫ്രോണ്ടോജെനസിന്റെ കാര്യത്തിൽ ഒന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം. ഈ ടെമ്പറേറ്റ് സൈക്ലോൺ കുറച്ച് സ്റ്റേജസ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 3-4 സ്റ്റേജിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ കോൾഡ് എയർ മാസും വാം എയർ മാസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയണിൽ നിന്ന് വരുന്ന എയർ മാസ് ആണ്. ഇത് പോളാർ റീജിയണിൽ നിന്ന് വരുന്ന എയർ മാസ് ആണ്. ആദ്യമായിട്ട് തന്നെ ഇത് ഫോം ചെയ്യുന്നത് ഒരു സ്റ്റേഷനറി ഫ്രണ്ട് ആണ്. സ്റ്റേഷനറി ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മൂവ് ചെയ്യത്തേ ഉള്ളൂ. ഇതിന്റെ ഏരിയയിൽ ചുറ്റുമുള്ള ഏരിയാസ് വളരെ ഡിഫൈൻഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും എന്ത് ചെയ്യുന്നില്ല, കൺവേർജ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർസെക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ഉള്ളത് ഒരു സ്റ്റേഷനറി ഫ്രണ്ട് ആണ്. സ്റ്റേഷനറി ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, അവിടെ ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ ഇത് രണ്ടും തമ്മിൽ കൺവേർജ് ചെയ്യുന്നില്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് സ്റ്റേഷനറി ഫ്രണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സൈക്ലോജെനസിസ് എന്നാണ് പറയുന്നത്. സൈക്ലോജെനസിസ് എന്ന് പറഞ്ഞാൽ ഈ വാം എയർ മാസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് എയർ മാസിന്റെ സെക്ടറിലേക്ക്, ഇവിടെയുള്ള ഈ കാണുന്ന ഏരിയയിലേക്ക് ഇത് പുഷ് ചെയ്തു പോകും. കോൾഡ് എയർ മാസ് അതുപോലെ തന്നെ തിരിച്ചു വാം എയർ മാസിന്റെ റീജിയണിലേക്ക് താഴേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇത് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ് ആദ്യം ഫോം ചെയ്യുക. ഈ വേവ് ലൈക്ക് സ്ട്രക്ചർ ഇപ്പൊ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഈ വേവ് ലൈക്ക് സ്ട്രക്ചർ പിന്നീട് കോറിയോലിസ് ഫോഴ്സിന്റെ എഫക്റ്റിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു സൈക്കിൾ ആയിട്ട് ഫോം ചെയ്യും, സൈക്ലോൺ ആയിട്ട് പതുക്കെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ സ്റ്റേജ് 2 അല്ലെങ്കിൽ സൈക്ലോജെനസിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇത് കുറച്ചും കൂടി ഇന്റൻസിഫൈ ചെയ്യും. ഇത് ഇന്റൻസിഫൈ ചെയ്തിട്ട് ഒരു മച്വർ സ്റ്റേജിലേക്ക് എത്തും. അപ്പോഴേക്കും സൈക്ലോൺ അതിന്റെ പീക്കിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് അതൊന്ന് ഇന്റൻസിഫൈ ചെയ്ത് സൈക്ലോൺ അതിന്റെ പീക്കിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടേക്കൊക്കെ എത്തുന്നത് പോലെ അത് ഇന്റൻസിഫൈ ചെയ്ത് സൈക്ലോൺ അതിന്റെ പീക്കിലേക്ക് എത്തും. അപ്പം ഇതാണ് ബേസിക്കലി ടെമ്പറേറ്റ് സൈക്ലോൺ നമ്മൾ വിളിക്കുന്നത്. കോൾഡ് എയർ മാസ് വാം എയർ മാസിന്റെ ഉള്ളിലേക്ക് അഡ്വാൻസ് ചെയ്യും കൂടുതലായിട്ട്. അതുപോലെ തന്നെ വാം എയർ മാസ് അവിടെ നിന്ന് റൈസ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഒരു സൈക്ലോൺ ആയിട്ട് ഇത് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ട് വരുന്നത് ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ആണ്. അത് അവസാനം അത് തീരാനായി. കാരണം ഈ കോൾഡ് എയർ മാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ വാം എയർ മാസിനെ കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്യും, കംപ്ലീറ്റ്ലി സർഫസിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യും. കോൾഡ് എയർ മാസ് താഴേക്ക് വരും, വാം എയർ മാസിനെ കംപ്ലീറ്റ്ലി സർഫസിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് അത് മുകളിലേക്ക് പോകും. അപ്പം ഇത് രണ്ടും തമ്മിൽ, അതായത് കോൾഡ് എയർ മാസും വാം എയർ മാസും തമ്മിൽ ബേസിക്കലി മിക്സിങ് നടക്കും. കാരണം കോൾഡ് എയർ മാസ് എന്ത് ചെയ്യുന്നുണ്ട്, വാം എയർ മാസിന്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ്ലി കയറി അതിനെ കംപ്ലീറ്റ്ലി ലിഫ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മിക്സിങ് നടക്കും. അപ്പൊ മിക്സിങ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഉണ്ടാവില്ല. ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഇവിടെ ഫ്രണ്ട് ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പം സിസ്റ്റം പതുക്കെ ഡിസിപ്പേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. ഇതാണ് ബേസിക്കലി ടെമ്പറേറ്റ് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാം എയർ മാസ് എന്ത് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് റൈസ് ചെയ്യുന്നുണ്ട്. കോൾഡ് എയർ മാസ് ഇതിനെ എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വാം എയർ മാസ് മുകളിലേക്ക് റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുകളിലെത്തുന്നു, ക്ലൗഡ് ഫോർമേഷൻ നടക്കുന്നു, ക്യൂമുലസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നു. ക്യൂമുലസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്റൻസ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഇത് എല്ലാ സ്റ്റേജുകളിലും ഈ വാം എയർ മാസ് മുകളിലേക്ക് പൊന്തി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് കാണാൻ പറ്റും, ഭയങ്കര കണ്ടിന്യൂസ് പ്രസിപ്പിറ്റേഷൻ നമുക്ക് എല്ലാ സ്റ്റേജിലും കാണാൻ പറ്റും. ഒക്ലൂഡഡ് ഫ്രണ്ടിന്റെ ഭാഗം എത്തുമ്പോഴാണ് പിന്നീട് പ്രസിപ്പിറ്റേഷൻ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ബാക്കി എല്ലാ സ്റ്റേജിലും പ്രസിപ്പിറ്റേഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇതാണ് ബേസിക്കലി ടെമ്പറേറ്റ് സൈക്ലോണിലുള്ളത്. ടെമ്പറേറ്റ് സൈക്ലോണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സീ സർഫസ് ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഈ ഫ്രണ്ട് ഫോർമേഷൻ ആണ് ബേസിക്കലി ആവശ്യം. അപ്പൊ എയർ മാസ് എന്ന് പറയുന്നത് നമുക്ക് സീയിലും അതുപോലെ തന്നെ ലാൻഡിലും കാണാൻ പറ്റും. അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് രണ്ട് സ്ഥലത്തും കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഈ ടെമ്പറേറ്റ് സൈക്ലോൺ ബോത്ത് ലാൻഡ് ആൻഡ് സീയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബോത്ത് ലാൻഡ് ആൻഡ് സീയിൽ ടെമ്പറേറ്റ് സൈക്ലോൺ ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇത് ടെമ്പറേറ്റ് റീജിയൻ ആണ്. വെസ്റ്റേർലീസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന വിൻഡ്. ഇവിടെ ആക്ട് ചെയ്യുന്ന വിൻഡ് വെസ്റ്റേർലീസ് ആയതുകൊണ്ട് തന്നെ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഈ പറയുന്ന
സൈക്ലോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ കേട്ടോ. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അതുപോലെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇത്രയും സ്റ്റേജസിലൂടെ കടന്നുപോയി ഈ സ്റ്റേജിലൊക്കെയും പ്രസിപ്പിറ്റേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺ ഏകദേശം 15 to 20 ഡേയ്സ് നീണ്ടു നിൽക്കാറുണ്ട് കമ്പയർഡ് ടു ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ നമുക്കറിയാം കൂടിപ്പോയ 7 ദിവസം, നമ്മളൊക്കെ 2-3 ദിവസം വരെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. നമുക്ക് ആ ഒരു ക്ലൈമറ്റ് പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം അത് മുകളിലോട്ടേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ 15 to 20 ഡേയ്സ് ആണ് ടെമ്പറേറ്റ് സൈക്ലോൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയിൻഫോള്, അതുപോലെ തന്നെ സ്റ്റോം, ഫ്ലഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സൈക്ലോണിന്റെ ടെമ്പറേറ്റ് സൈക്ലോൺ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ടെമ്പറേറ്റ് സൈക്ലോൺ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കാണാറില്ല. യൂഷ്വലി US ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ടെമ്പറേറ്റ് സൈക്ലോൺ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് അത്രയധികം അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ബേസിക് ഡിഫറൻസിലേക്ക് പോകുമ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ബേസിക്കലി നമുക്ക് കാണാൻ പറ്റുക ലാർജ് ബോഡീസ് റിലേറ്റീവ്ലി വാം വാട്ടർ, അപ്പോൾ സീ സർഫസിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ട്രോപ്പിക്കൽ സൈക്ലോൺ മേജർലി ഡ്രൈവ് ചെയ്യുന്നത് വാം ആൻഡ് കോൾഡ് എയർ മാസ് ആണ്. അതുകൊണ്ട് തന്നെ ലാൻഡിലും ഓഷ്യനിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 10 to 30 ഡിഗ്രി, അതായത് ട്രോപ്പിക്കൽ റീജിയനിലാണ് ബേസിക്കലി ട്രോപ്പിക്കൽ സൈക്ലോൺ കാണുക. ഇക്വറ്റോറിയൽ റീജിയനിൽ ഉണ്ടാവില്ല, കാരണം അവിടെ കോറിയോളിസ് ഫോഴ്സ് ആബ്സെന്റ് ആണ്. ഇക്കാര്യം പ്രത്യേകം ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിൽ 35 to 60 ഡിഗ്രി നോർത്ത് സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ്. കൂടുതൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത് പ്രൊനൗൺസ്ഡ് ആയിരിക്കുക. റീസൺ എന്താണെന്ന് ആസ് വി ഓൾ നോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു മേജർ ഡ്രൈവിംഗ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലാൻഡ് ആൻഡ് ഓഷ്യൻ കോൺട്രാസ്റ്റ്, ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ട്രോപ്പിക്കൽ സീസിൻ്റെ മുകളിലാണ് ഇത് ബേസിക്കലി ഉണ്ടാകുന്നത്. ലാൻഡിൽ എത്തുമ്പോൾ ഡിസിപ്പേറ്റ് ചെയ്യും. ടെമ്പറേറ്റ് സൈക്ലോൺ ആണെങ്കിലോ ഫ്രോണ്ടോജെനസിസ് ആണ്. ബോത്ത് ലാൻഡ് ആൻഡ് സീയിൽ നമുക്ക് ഈ ഒരു ഫിനോമിനൻ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഗ്രേറ്റർ ഡിസ്ട്രക്ഷൻ ആണ് ട്രോപ്പിക്കൽ സൈക്ലോൺ, കാരണം വിൻഡ് സ്പീഡ് വളരെ കൂടുതലാണ്. കാരണം ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എനർജി ഉള്ള, ഇപ്പൊ ആവി നമ്മൾ കാണുന്നില്ലേ, സിമിലർലി ഭയങ്കര എനർജി ഉള്ള ഒരു സംഭവമാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡും റെയിൻഫോളൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. ഇവിടെ അത്രയധികം ഇന്റൻസിറ്റി ഉണ്ടാവില്ല, പക്ഷെ കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡ് വിൻഡിന്റെ അതേ ഡയറക്ഷനാണ്, ഈസ്റ്റ് ടു വെസ്റ്റ്. ടെമ്പറേറ്റ് സൈക്ലോൺ വെസ്റ്റേർലിന്റെ ഡയറക്ഷനാണ്, വെസ്റ്റ് ടു ഈസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഡിഫറൻസസിൽ ഓർത്ത് വെക്കേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള, ഇപ്രാവശ്യം UPSC നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോണിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ നമുക്കൊരു 3 to 4 ട്രോപ്പിക്കൽ സൈക്ലോൺസ് നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യനിൽ 2 ഭാഗങ്ങളുണ്ട്, അറേബ്യൻ സീയും ഉണ്ട്, ബേ ഓഫ് ബംഗാളും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സൈക്ലോൺസ് കൂടുതലായി കാണുന്നത് ബേ ഓഫ് ബംഗാളാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് ബേ ഓഫ് ബംഗാൾ എന്താണ്, ലാർജ് ഓഷ്യൻ ആണ്. അതുപോലെ തന്നെ വാം ഓഷ്യൻ ആണ് ബേ ഓഫ് ബംഗാൾ. കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും, കാരണം പല ഓൾമോസ്റ്റ് റിവേഴ്സ് ഒക്കെ ഇവിടെയാണ് വന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാൻഡിലൂടെ മുഴുവൻ ഒഴുകി റിവേഴ്സിൻ്റെ വെള്ളത്തിന് ചൂട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലാർജ് വാം ഓഷ്യൻ എന്നുള്ള രീതിയിൽ ബേ ഓഫ് ബംഗാളിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു ഫണൽ ഷേപ്പാണ് ബേസിക്കലി ബേ ഓഫ് ബംഗാളിന്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിന് അങ്ങനെ, അതായത് സൈക്ലോണിക് സിസ്റ്റത്തിനെ അങ്ങനെ നിലനിർത്താൻ വേണ്ടി ബേ ഓഫ് ബംഗാളിന് പറ്റും. അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിൽ നിന്നുള്ള സൈക്ലോണിക് ഡിസ്റ്റർബൻസസ് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന പസഫിക് ഓഷ്യനിലുള്ള ലോ പ്രഷർ ഏരിയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ബേ ഓഫ് ബംഗാളിന്. അതുകൊണ്ട് തന്നെ സൈക്ലോൺസ് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് ബേ ഓഫ് ബംഗാളിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് UPSC നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഈ ട്രോപ്പിക്കൽ സൈക്ലോണിന്റെ നേരത്തെ പറഞ്ഞ മെക്കാനിസവും അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എസ്പെഷ്യലി വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് ബോത്ത് ദ സൈക്ലോൺസ് ആൻഡ് ഇത് എവിടെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് സൈക്ലോൺ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. വേറൊരു ആസ്പെക്ട് ഇതിലുള്ളത്, നിങ്ങളോട് ഇനി ചോദ്യം വരാൻ സാധ്യതയുള്ളത് സൈക്ലോൺ അല്ല, പകരം ആന്റി സൈക്ലോൺ ആണ്. അപ്പോൾ നമുക്ക് സൈക്ലോണിനെ പറ്റി കൃത്യമായി അറിയാമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ആയിരിക്കും ആന്റി സൈക്ലോണിൽ ഉണ്ടാവുക. സൈക്ലോൺ ലോ പ്രഷർ ഏരിയ ആണെങ്കിൽ ആന്റി സൈക്ലോൺ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഏരിയ ആണ്. അപ്പോൾ എയർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് നിങ്ങൾ കോറിയോളിസ് ഫോഴ്സിന് അനുസരിച്ച് എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക.
അതുപോലെ അതിൻ്റെ വെതർ കണ്ടീഷൻസ് അസോസിയേറ്റഡ് എന്താണെന്നുള്ളതും ഈ പറയുന്ന സൈക്ലോണിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ആണോ ഇൻസ്റ്റെബിലിറ്റി ആണോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വേറൊരു സെഷനുമായിട്ട് വി വിൽ സീ ടുമോറോ. താങ്ക് യു.